ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വേറൊരു പള്ളിക്കാണ് ഇഫ്താറിന് പോണത് കേട്ടോ. സിറ്റി സെൻറ്ററിൻ്റെ അവിടെയുള്ള ഒരു പള്ളിയുണ്ട്. അവിടെ നല്ല ഫുഡ് കൊടുക്കുന്നുണ്ട്, സമാധാനപരമായ അന്തരീക്ഷമാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. അപ്പോൾ ഇന്ന് അങ്ങോട്ട് പിടിക്കാനുള്ള പരിപാടിയാണ്. ഫോളോ മീ, പോയേക്കാം. നല്ല തിരക്കുണ്ട്. ഈ മനോഹരമായിട്ടുള്ള പള്ളിയുടെ കീഴിലാണ് ഈ ടെൻ്റ് ഉള്ളത്. ഇത് സിറ്റി സെൻറ്ററിൽ ജോലി ചെയ്യുന്ന ആളുകളെല്ലാം ഇവിടെയാണ് വരുന്നത് കേട്ടോ. ഇവിടെ സ്ത്രീകൾക്ക് വരെ ഇരിക്കാനുള്ള സംവിധാനങ്ങൾ കാണുന്നു. അപ്പോൾ പോയി നോക്കാം. ഗായ്സ്, നല്ലൊരു അടിപൊളി ടെൻ്റാണ് കേട്ടോ. ഉള്ളിൽ കയറുമ്പോൾ തന്നെ നല്ലൊരു അന്തരീക്ഷം, AC ഒക്കെ ഉണ്ട്, സമാധാനപരമായ നല്ലൊരു അന്തരീക്ഷം. ഗായ്സ്, ഇവിടെ വേറെ സെറ്റപ്പാണ്. നല്ല ആളുണ്ട്, ഒരുപാട് ആളെ കൊള്ളും ചെയ്യും. ഓരോ ദിവസവും ഓരോ സ്ഥലത്ത് അത് വേറെ വൈബാണ്. ഓരോരുത്തന്നെ ആയിക്കഴിഞ്ഞാൽ ബോറടിക്കും അല്ലല്ല. പൊളിയായിക്കില്ലേ? പൊളിയാണ്. നല്ല അടിപൊളി സെറ്റപ്പാണ് ഗായ്സ്. പാത്രങ്ങളെല്ലാം അടച്ചു വെച്ചിട്ടുണ്ട്. 4 ആൾക്ക് വേണ്ടിയാണ് ഒരു പാത്രം ഉള്ളത്. അതിൽ എല്ലാവരും ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് ഒരു സ്നേഹവും സന്തോഷവും എല്ലാം ഉണ്ടാകും. ഇവിടെ എന്തോ ഒരു മെച്ചം ചെയ്താൽ സ്ത്രീകൾക്കും സൗകര്യം ഉണ്ടല്ലോ. സ്ത്രീകളും ഒരു വൈക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്കുണ്ടാകും. അൺബോക്സ് ചെയ്യല്ലേ? അങ്ങനെ അൺബോക്സ് ചെയ്യാണ് ഗൈസ്. കുഴപ്പമില്ല, നല്ല അടിപൊളി സാധനം. നല്ല മട്ടനാണ് തോന്നുന്നു. ഒമ്പഞ്ചനാണ് ഗൈസ്. അപ്പോൾ നല്ല അടിപൊളി ബീഫായിരുന്നു ഗൈസ്. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് പോന്നു. ഫുഡ് കഴിച്ചാണ്ട് കൈ കഴുകുമ്പോൾ അവിടെ വലിയൊരു ആൾക്കൂട്ടം കണ്ടു. അപ്പോൾ അവിടെ പോയി നോക്കുമ്പോൾ അവിടെ പാർസലായിട്ട് കീസിൽ ഫുഡ് കൊടുക്കുന്നു. അവിടെ ഫുഡും കൊടുക്കുന്നുണ്ട് കേട്ടോ. വീട്ടിൽ കൊണ്ടുപോയി കഴിക്കാനുള്ള ഫുഡും ഉണ്ട് അവിടെ. അപ്പോൾ ഇതാണ് ഗായ്സ് പള്ളി. കൂടെ വന്നപ്പോൾ ഫുഡും കിട്ടി, അതേപോലെ കൊണ്ടുപോകാനുള്ള ഫുഡും കിട്ടിയിട്ടോ. എങ്ങനെയല്ലേ? പൊളിയല്ലേ അവിടെ അല്ലേ? ഇവിടെ പൊളിയാ. അങ്ങനെ പള്ളി കയറി മഗ്‌രിബിസ്കരിക്കാൻ വേണ്ടി പോവാണ്. സംസം മന്തിയുടെ അടുത്താണ് ഈ പള്ളി കേട്ടോ. ഈ പള്ളിൻ്റെ അടുത്താണ് ആ ക്യാമ്പുള്ളത്. വേറെ സിറ്റി സെൻറ്ററിൻ്റെ ബാക്കിലൂടെ പോകണം. ഗായ്സ്, സിറ്റി സെൻറ്ററിൻ്റെ പാർക്കിംഗ് ഉണ്ടല്ലോ, അതിൻ്റെ മുന്നിലുള്ള പള്ളിയിലാണ്